ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കർക്കിടക മാസം എന്നുള്ളത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഔഷധ സമ്പന്നമായ കർക്കിടക കഞ്ഞിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു കർക്കിടക കഞ്ഞി തയ്യാറാക്കിയിരുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പച്ചമരുന്നുകൾ ശേഖരിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ നമുക്ക് വിശ്വസിച്ച് പച്ചിലകൾ ശേഖരിച്ച് അതുപോലെ തന്നെ തനതായ രീതിയിൽ തയ്യാറാക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളപ്രയോഗങ്ങൾ നടത്തുന്ന മണ്ണാണ്. അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പച്ചപ്പുള്ള സ്ഥലം തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ എല്ലാ തരം പച്ചമരുന്നുകളും ഇപ്പം നമുക്ക് നേരിട്ടെടുക്കാനും കിട്ടില്ല. കാരണം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പച്ചമരുന്നുകളുടെ ഒരു കിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിറ്റ് നമ്മുടെ ഇവിടെ ശാന്തിഗിരി ആശ്രമം ഉള്ളത് കാരണം തന്നെ ആശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ മരുന്നുകളുണ്ടാക്കുന്ന ശാലകളുണ്ട്. അപ്പോൾ മരുന്ന് ശാലകളിലൊക്കെ കൃത്യമായ അളവിൽ നിർമ്മിക്കപ്പെടുന്ന പച്ചമരുന്നുകൾ ചേർന്ന ഒരു ഔഷധക്കൂട്ടുണ്ട്. അപ്പോൾ ആ ഔഷധക്കൂട്ട് വെച്ചിട്ടാണ് ഈ കർക്കിടക കഞ്ഞി തയ്യാറാക്കുന്നത്. ഈ ഔഷധക്കൂട്ടിനകത്തുള്ളത് നമ്മുടെ സൂചിഗോതമ്പുണ്ട്, അതുപോലെ തന്നെ ഞവരേരിയുണ്ട്, പിന്നെ നമ്മുടെ ഒത്തിരി അധികം ഇലകളൊക്കെ ചേർത്തിട്ടുള്ള 6ഓളം അരികളും ചേരുന്നുണ്ട് കേട്ടോ. ചേർന്നിട്ടുള്ള ഒരു ഔഷധക്കൂട്ടാണത്. അതുമുണ്ട്. അതുപോലെ തന്നെ ചെറുപയറും ഉലുവയും കൂടിയാണ് ഞാനത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കരിപ്പട്ടിയാണ് കേട്ടോ. കരിപ്പട്ടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം കരിപ്പട്ടി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ദുപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇന്ദുപ്പായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കരിപ്പട്ടി ആയിരിക്കും ബെറ്റർ. ഞാൻ ദേ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഞാനിത് മയക്കിയെടുത്ത ചട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് വയ്ക്കാം. ചട്ടി ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ ചട്ടിയാണ്, അതുകൊണ്ടാണ് കൊണ്ടുവന്നിട്ട് മയക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം, നന്നായിട്ടല്ല ഒരുവിധം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ചേർക്കേണ്ട അരികളും മറ്റുമൊക്കെ ചേർക്കാം. തീ ഇപ്പോൾ നന്നായിട്ട് കത്തുവാണ് കേട്ടോ. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇത് ഞവര അരിയാണ്. അപ്പോൾ അത് ഞാൻ കഴുകി എടുക്കാനായിട്ട് പോവുകയാണ്. ഇനി ഞവര അരി നന്നായിട്ട് കഴുകി എടുക്കട്ടെ. 2-3 വെള്ളം കഴുകണം കേട്ടോ. 2-3 വെള്ളം, വലിയ അഴുക്കൊന്നും കാണില്ല, എന്നാലും 2-3 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ ഞവര അരി ഇടാൻ പോവുകയാണ് കേട്ടോ. അത്യാവശ്യം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഞവര അരി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ ഞവരേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇടാൻ പോകുന്നത് പയറും അതുപോലെ തന്നെ ഉലുവയുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഉലുവ ഇട്ടാൽ മതി, പയറിടണ്ടായിരുന്നു ഞാൻ. പക്ഷേ രണ്ടും കൂടി ഒരുമിച്ച് കുതിർക്കാനായിട്ട് ഇട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് രണ്ടും കൂടി ഒരുമിച്ച് ചേർക്കുന്നത്, അല്ലെങ്കിൽ പയറിപ്പോൾ ചേർക്കണ്ട. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കിയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കണം. ഇതല്ലാതെ നമ്മുടെ സാധാ നെല്ലിലെ അരിയില്ലേ, കുത്തരിയിലും ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഉലുവ കഞ്ഞി അങ്ങനെയൊക്കെ. ഉലുവ കഞ്ഞിയായിട്ടും, അതായത് ഉലുവയും അരിയും മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ കർക്കിടകത്തിലെ മരുന്ന് കഞ്ഞി അല്ല കേട്ടോ. മരുന്ന് കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഇലകളും ഒക്കെ വരും, മുക്കൂറ്റിയും ദശപുഷ്പങ്ങൾ, അതെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന ഒരു പൊടിയാണ് നമ്മൾ ഇതിനകത്തിപ്പോൾ ഉപയോഗിക്കുന്നത്. അവിടെ ഞവരേരി വേവുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് ഞവരേരിയും പയറും അതുപോലെ തന്നെ ഉലുവയും കൂടി ഒരുമിച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ കരിപ്പട്ടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ കരിപ്പട്ടി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വലിയൊരു പീസാണ്, അപ്പോൾ ഇത്രയൊന്നും വേണ്ട, കുറച്ച് ഒന്ന് ഇടിച്ചെടുക്കാം, പൊട്ടിക്കുവാണ്, പൊട്ടിച്ചെടുക്കാം. നമുക്കിത് ഈ ഒരു പീസ് മതി കേട്ടോ. ചെറിയൊരു പീസേ ഉപയോഗിക്കുന്നുള്ളൂ. മധുരമൊക്കെ ആവശ്യത്തിന്, അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം. ഈ ഒരു പീസ് കരിപ്പട്ടി മതി കേട്ടോ. മധുരത്തിനനുസരിച്ചാണ് കരിപ്പട്ടി ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പീസേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, ഇത് വേണ്ട. ഇത് ഒന്നുകൂടി ആ കരിപ്പട്ടി ഒന്ന് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. ചെറിയ പീസുകളൊക്കെ പൊട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഇതിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അത് കാരണം ചെറിയ പീസുകളാക്കി പൊട്ടിക്കുകയാണ്. 2 പീസാക്കിയിട്ട് പിന്നെ ചെറുതാക്കാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പൊട്ടി വരുന്നുണ്ട്. അതിങ്ങനെ മെൽറ്റായിരിക്കുകയാണ്. അപ്പോൾ എളുപ്പമുണ്ട്.
ഇതിപ്പോൾ ഞവരേരിയും അതുപോലെ തന്നെ പയറും ഉലുവയൊക്കെ ഒരു പാതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് സൂചി ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച സൂചി ഗോതമ്പാണേ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് ബാക്കിയുള്ളതും കൂടി ഞാൻ ഗോതമ്പ് ഇട്ട് കൊടുക്കുവാണേ. ബാക്കിയും കൂടെ ഇട്ടിട്ട് വെള്ളം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്ക്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്, കാരണം കുറച്ച് വെള്ളം ഒന്ന് നമ്മുടെ അരി വെന്ത് വന്നപ്പോഴേക്കും കുറച്ച് ഒന്ന് വെള്ളം കുറവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുവാണ്. അപ്പോൾ ഇത് ഇനിയും വെള്ളം കുറവാണ് കേട്ടോ, ശരിക്കും അത് വെള്ളം കുറവാണ്. ഇനിയും കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം കുറവായത് കാരണം ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല, ഇനി ചേർക്കണം കേട്ടോ. അതൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണമെന്ന് പറഞ്ഞാൽ ഒത്തിരി വെള്ളം ചേർക്കാനും പറ്റില്ല, കാരണം നമ്മളിനി തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട്. നേരത്തെ എനിക്ക് ഇളക്കിയപ്പോൾ തോന്നി വെള്ളം കുറവാണ്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി ഉണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് വേകട്ടെ. ആ ഗോതമ്പ് കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ ഇത്. ഇത് നന്നായിട്ട് വെള്ളം ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്, ഇത് കുറഞ്ഞു. അപ്പോൾ ഇനി കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഞാൻ കുറച്ചുകൂടി ഒഴിക്കുവാണ്. ഇതിൽ ഞാൻ അവസാനം ചേർത്തത് ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പും പാതി വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തേങ്ങയുടെ 2ാം പാൽ ചേർക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഗോതമ്പ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചെറുപയർ ചേർക്കാനുള്ള. ചെറുപയറൊന്ന് ചെറിയൊരു വേവായി കഴിയുമ്പോഴാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉലുവയും അതുപോലെ തന്നെ ചെറുപയറും കൂടി ഞാൻ ഒരുമിച്ച് ഓർക്കാതെ ഇട്ടുപോയി കുതിർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചേർത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് ഇട്ടതിന് ശേഷം ആണ് ഈ ചെറുപയർ ചേർക്കേണ്ടത്. ഇനി ഞാൻ ഒന്നുകൂടി പറയാം ഇത് ആദ്യം എന്താ ചേർത്തതെന്ന്. ആദ്യം ഞാൻ വെള്ളം വെച്ചു, അതിന് ശേഷം നമ്മൾ ഞവരയരി ഇട്ടു. ഞവരയരി ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത്. അല്ലെങ്കിൽ ഉലുവ മാത്രം ആ സമയം ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഗോതമ്പ് ചേർത്തു. ഗോതമ്പ് ഒരു ചെറിയ വേഗമായി വരുമ്പോൾ വേണം നമ്മൾ ചെറുപയർ ചേർക്കാൻ. ഞാൻ നേരത്തെ ചേർത്തു. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ തേങ്ങയുടെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത 1ാം പാൽ. ഇപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് എല്ലാം തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഔഷധക്കൂട്ട്, അത് ചേർത്ത് കൊടുക്കുവാണ്. ഈ സമയത്ത് ഞാൻ തീ കുറച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി മരുന്ന് നന്നായിട്ട്, അതായത് ഈ പൊടികളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് 1ാം പാലാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള 1ാം പാലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ, തീ ഒന്ന് മാറ്റി കൊടുക്കാം, കാരണം ഇനി ചിലപ്പോൾ അടി പിടിക്കും. ചെറിയ തീ മതി. ഇത് മുഴുവനായിട്ടും ആ തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം തന്നെ നമുക്ക് ഉപ്പാണ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കുക, ഇല്ലെങ്കിൽ കരിപ്പട്ടി ചേർക്കുക. ഞാൻ കരിപ്പട്ടി ചേർക്കാൻ പോവുകയാണ്. ഇനി ഞാൻ കരിപ്പട്ടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കരിപ്പട്ടി ചേർക്കുമ്പോൾ തീ ഒട്ടും തന്നെ ഇല്ല, കനലിൽ മാത്രമാണ് കിടക്കുന്നത് കേട്ടോ. ഇനി മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി. ഞാൻ കുറച്ച് ഒരു കണക്കിന് ചേർത്താണ്. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ മധുരം പാകമായിക്കോളും. ഇത് കനലിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും, കാരണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് മെൽറ്റായി വരുന്നത് വരെ ആ ചൂടിൽ മെൽറ്റായിക്കോളും. പക്ഷേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം അടിയിൽ ചിലപ്പോൾ പിടിച്ചേക്കാം. എന്നാലും ടേസ്റ്റൊക്കെ മാറും കേട്ടോ. അതിൻ്റെ മണമൊക്കെ മാറിയിട്ട് വേറൊരു ടേസ്റ്റാവും. അത് കാരണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കരിപ്പട്ടി എല്ലാം തന്നെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുവാണ് കേട്ടോ. ഇത് നല്ല നെയ്യാണ്. നമ്മുടെ ഇവിടെ ചേച്ചിയുടെ അവിടെ പശുവിൻ്റെ നെയ്യ് നമ്മൾ എടുക്കില്ലേ, അത് ചേച്ചി എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ നെയ്യാണ്. അത് കാരണം ശുദ്ധമായ നെയ്യായത് കാരണം നമുക്കിതിൽ ചേർക്കാം കേട്ടോ. 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ, ചെറിയൊരു സ്പൂണാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് വാഴയില വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ പോയി ഇല എടുത്തിട്ട് വരാം, അതായത് നമ്മുടെ പ്ലാവില കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതടച്ച് ഇവിടെ ഇരിക്കട്ടെ. ഇതിൽ നിന്ന് 2 ഇലയും കൂടെ എടുക്കട്ടെ കേട്ടോ. നമുക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയാണ്.
അപ്പോൾ കർക്കിടക കഞ്ഞി ഇതേ പാകമായിരിക്കുവാണ്. ഞാൻ ഇലയൊക്കെ മാറ്റിയിട്ട് ഒരു മണ്ണിൻ്റെ ഒരു പാത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഒഴിച്ച് കഴിക്കാം. ഒഴിക്കട്ടെ. നല്ല ചൂട് കണ്ടോ, ഇങ്ങനെ ചൂട് പോവുകയാണ്. നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാം. മരുന്നിൻ്റെ ആ ഒരു ചവർപ്പൊന്നുമില്ല, പക്ഷേ ചെറിയ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുമുണ്ട്. മധുരം ഉള്ളത് കാരണം കഴിക്കാനും പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റ്. കർക്കിടക മാസമാണ്, ആരും മറക്കണ്ട. അതുപോലെ തന്നെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനും മറക്കണ്ട. ആ കഞ്ഞി ഇതേ നല്ല ചൂടാണെങ്കിൽ കൂടി ഞാൻ കുടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ട് കുടിക്കണം. അപ്പോൾ കർക്കിടക മാസമാണ്, എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഇതുപോലുള്ള മരുന്ന് കഞ്ഞികളും വീട്ടിലുണ്ടാക്കി തയ്യാറാക്കി കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.